Hi everyone. Today we are going to discuss BEGC 109, Block 1, the last unit, Unit 3, William Blake, the Tiger, the Lamb, the Chimney Sweeper. സോ ഫസ്റ്റ് നമുക്ക് വില്യം ബ്ലേക്കിനെ കുറിച്ചിട്ട് നോക്കാം. 1757 മുതൽ 1827 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് രണ്ട് കളക്ഷൻസിൻ്റെ ഒരു പുസ്തകമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഒന്ന് സോങ്സ് ഓഫ് ഇന്നസെൻസ്. ഈ സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ലവ്, അതുപോലെ തന്നെ കെയർ, ചൈൽഡ്ഹുഡ്, പ്യൂരിറ്റി, ഹ്യൂമാനിറ്റി, ഇങ്ങനത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ്സ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന പോയംസാണ് സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്നത്. സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം അത് ക്രുവാലിറ്റിനെ, അതുപോലെ തന്നെ ഇൻഡിഗ്രേഷനെ, അതുപോലെ ഹൈപ്പോക്രസിനെ, ഇങ്ങനത്തെ സംഭവങ്ങൾ, കുറച്ചുകൂടി ഒരു ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒട്ടും ഹാപ്പി അല്ലാത്തൊരു ക്രൂവലായിട്ടുള്ള മനോഭാവം കാണിക്കുന്ന പോയംസാണ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസസിൽ ഉൾക്കൊണ്ടിരുന്നത്. ഈ ടൈപ്പ് ഓഫ് ഇതാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ദ ലാം, അതുപോലെ തന്നെ ദ ടൈഗർ എന്ന് പറയുന്ന ഈ രണ്ട് പോയത്തിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. ഈ രണ്ട് പോയം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാനിയൻ പോയംസാണ്. നമുക്ക് ദ ലാം എന്ന് പറയുന്ന ആ ഒരു പോയം നോക്കാം. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയാണ് ഇത്. സോങ്സ് ഓഫ് ഇന്നസെൻസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ലാമ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലാമ്പ് എന്ന ആട്ടിൻകുട്ടി എന്നൊക്കെ പറയില്ല, അല്ലാതെ നമ്മൾ ലൈറ്റ് എന്നുള്ള ആ ലാമ്പല്ല. ഇത് ലാമ്പ്, LAMB. ഇതിന് ഒരു ജെൻറ്റിൽ ക്രിയേറ്ററായിട്ട്, അതുപോലെ തന്നെ ഒരു സിമ്പിൾ ഓഫ് ഗോഡ്സ് ഗുഡ്നെസ്, പ്യൂരിറ്റി ഓഫ് ഗോഡ്, ഇങ്ങനെയൊക്കെയാണ് ആ ലാമ്പിനെ ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ ഒരു കുട്ടിയാണ് ഒരു കുട്ടി ആ ഒരു ആട്ടിൻകുട്ടിയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പിന്നെ അടുത്ത പാരഗ്രാഫിൽ ആ കുട്ടി തന്നെ അതിനുള്ളൊരു ആൻസറും പറയുകയാണ്. ഈ രീതിയിലാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പോയാണ്. സോ നമുക്ക് നോക്കാം. നമുക്കറിയാം സോങ്സ് ഓഫ് ഇന്നസെൻസിൽ നിന്നാണ് ഈ ഒരു പോയം എടുത്തിട്ടുള്ളത്. ഒരു ആ ഒരു ആട്ടിൻകുട്ടിയെ എന്താണ് യേശുക്രിസ്തുവിനുമായിട്ട് ആ കുട്ടി സ്വയം തന്നെ കമ്പയർ ചെയ്യാണ്. ആ കുട്ടി തന്നെ സ്വയം ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ കുട്ടി ആ ആട്ടിൻകുട്ടിയോട് ചോദിക്കുകയാണ്, നിന്നെ ആരാണ് സൃഷ്ടിച്ചത്? അതുപോലെ നിനക്ക് ജീവൻ നൽകിയത് ആരാണ്? നിനക്ക് ഫുഡ് നൽകിയതാണ്, നിനക്ക് വാട്ടറൊക്കെ നൽകിയത് ആരാണ് എന്നൊക്കെ ആ ആട്ടിൻകുട്ടിയോട് ആ കുട്ടി ചോദിക്കണം. നിന്റെ മനോഹരമായിട്ടുള്ള ഈ ഒരു രോമങ്ങളൊക്കെ നിനക്ക് ആരാണ് തന്നത്? ഈ താഴ്വരകളൊക്കെ സന്തോഷിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ശബ്ദം, അത് നിനക്ക് ആരാ തന്നത്? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ കുട്ടി ആ ആട്ടിൻകുട്ടിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻസയിൽ നമുക്ക് ആ ഒരു കുട്ടി തന്നെയാണ് ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നത്. ആ കുട്ടി പറയാണ്, യേശുക്രിസ്തുവാണ് നിന്നെ സൃഷ്ടിച്ചത് പറയുന്നുണ്ട്. അതുപോലെ നിനക്ക് ലാമ്പ് എന്ന പേര് വിളിച്ചതും യേശുക്രിസ്തു തന്നെയാണ്. അവൻ നിന്നെ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ജീവിയായിട്ട് സൃഷ്ടിച്ചു. അതുപോലെ തന്നെ അവന് ഒരു കുഞ്ഞായിട്ടാണ് ജനിച്ചത്. ഞാനും ഒരു കുട്ടിയാണ്, നീയും ഒരു ആട്ടിൻകുട്ടിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും അവൻ്റെ നാമത്തിലാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെ പറയുന്നത് വെച്ചാൽ 3 പേർക്കും ഒരു പ്യൂരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ജെൻറ്റിൽനെസ് ഉണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈ ആട്ടിൻകുട്ടിയെയും അതുപോലെ തന്നെ യേശുവിനെയും ഒരു തുല്യ സ്ഥാനക്കാരായിട്ട് കാണുന്നത്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും എന്താണ് സ്വീറ്റ് ആയിട്ടുള്ള, ഭയങ്കര പ്യൂരിറ്റി ആയിട്ടുള്ള രണ്ട് ആൾക്കാരായിട്ടാണ് അതിൽ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്രിസ്ത്യൻ്റെ ചിത്രത്തിൽ പലപ്പോഴും മറിയത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞായിട്ടാണ് യേശു ക്രിസ്ത്യനെ കാണാറുള്ളത്. അപ്പം ആ ഒരു കുട്ടിയും കുഞ്ഞായിട്ട് ജനിച്ചു, ഞാനും കുട്ടിയായിട്ട് ജനിച്ചു, നീയും ആട്ടുകുട്ടിയായിട്ട് ജനിച്ചു, അങ്ങനത്തെ ഒരു രീതിയിലാണ് അവിടെ പറയുന്നത്. അതായത് ലോകത്തിലുള്ള എല്ലാ പാപങ്ങളോടും അതിനെതിരെ നിൽക്കുന്ന നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്യൂരിറ്റി ഉണ്ടല്ലോ, അത് ഒന്നും കൂടെ അതിൽ ശക്തമാവുന്നു എന്ന് പറയുന്നുണ്ട്. അവസാനം ഈ ഒരു പോയത്തിൻ്റെ അവസാനം ആ ഒരു ആട്ടിൻകുട്ടിയെ ബ്ലെസ്സിങ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു പ്യൂരിറ്റിയും അതുപോലെ തന്നെ ഈ ജെൻറ്റിൽനെസ്സൊക്കെ നിലനിൽക്കുന്ന കാലത്തോളം മനുഷ്യൻ്റെ ആത്മാവും അതുപോലെ തന്നെ ഈ ലോകവും ഒക്കെ ഒരു ബാലൻസ്ഡായി തന്നെ നിലനിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. ഇറ്റ്സ് നത്തിങ് ടു സേ, ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേച്ചറിനെ അത്രയും പുകഴ്ത്തിയിട്ട്, അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള, ഒരു പ്യൂരിറ്റി ആയിട്ടുള്ള ഒരു മൃഗമായിട്ടാണ് ഇവിടെ ഈ ലാമ്പിനെ കാണിക്കുന്നത്. ആ ഒരു അത്രയും മനോഹര ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അത്ര മാത്രം മനസ്സിലാക്കിയേക്കുക. ഈ നേരെ ടൈഗറിലേക്ക് വരുമ്പം ഇതിൻ്റെ ഒരു കമ്പാനിയൻ പോയിൻ്റാണ് ടൈഗർ, അഥവാ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന പോയാണ്. ആ ഒരു ടൈഗറിനെ ഭയങ്കര ക്രൂരമായിട്ടുള്ളൊരു മനോഭാവത്തിലാണ് ചിത്രീകരിക്കുന്നത്. സോ അതാണ് ഈ ഒരു ആട്ടുംകുട്ടിയും ഈ ഒരു ടൈഗറും തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നത്, ആ ആട്ടിൻകുട്ടി ഉണ്ടാക്കിയിട്ടുള്ള ദൈവം തന്നെയാണോ നിന്നെയും സൃഷ്ടിച്ചതെന്ന് ആ ടൈഗറിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, രണ്ടും എന്താ പറയുക, ഒരു കമ്പാനിയൻ പോയംസ് പോലെയാണ് ഇത് രണ്ടും വായിക്കുക. അപ്പോൾ മീനിങ്സിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമാണ്. ഒരു ദൈവത്തിന് നല്ല വശങ്ങൾ ഉണ്ടാക്കാനും ചീത്ത വശങ്ങൾ ഉണ്ടാക്കാനും കഴിയുമെന്നുള്ളൊരു വൈരുദ്ധ്യമൊക്കെയാണ് ഇതിലൂടെ കവി ഉദ്ദേശിക്കുന്നത് കേട്ടോ.
സോ നമുക്കിനി ടൈഗർ എന്ന ഒരു പോയം കൂടെ നോക്കാം. ഇത് എടുത്തിട്ടുള്ളത് സോങ്സ് ഓഫ് എക്സ്പീരിയൻസിൽ നിന്നാണ്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇത് ലാമ്പ് ആയിട്ടുള്ള ഒരു കമ്പാനിയൻ പോയമാണ്. ഈ ലാമ്പ് എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയെ എന്താണ് അത്രയും ജെന്റിൽ പ്യുവർ ആയിട്ടാണ് അതിൽ കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ടൈഗറിലേക്ക് വരുമ്പം ആ ഒരു സൃഷ്ടിയുടെ തന്നെ ഒരു ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇതാണ് അതിലൂടെ കാണിക്കുന്നത്. ഇതിൽ ചോദിക്കുന്ന ഒരു മുഖ്യ ചോദ്യം, ഒരു ആട്ടിൻകുട്ടിയെ സൃഷ്ടിച്ചവൻ തന്നെയാണോ നിന്നെയും സൃഷ്ടിച്ചത്, അഥവാ കടുവയും സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യമാണ് ഇതിൽ മുന്നിട്ട്. കാരണം ഇത് രണ്ടും സൃഷ്ടിച്ചത് അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരാളെയും അതുപോലെ അത്രയും ക്രൂവലായിട്ടുള്ള ഒരാളെയും നിർമ്മിച്ചത് രണ്ടും ആരാണ്? ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ്. ഇതിൽ കടുവ എന്താണ് ഭയങ്കര സ്ട്രെക്റ്റ് ആയിട്ട് ഭയങ്കര ഫെറോസിറ്റി ആയിട്ട് എനർജി ആൻഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്രതീകമായിട്ടാണ് ഇതിവിടെ ടൈഗറിനെ കൊടുത്തിരിക്കുന്നത്. ഒരു സാത്താൻ്റെ അതുപോലെ ഇക്കാറസിൻ്റെ വോൾക്കൻ്റെ ഒക്കെ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒക്കെ ഒരു 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 എന്താ പറയുക, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൂചനയൊക്കെ ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു കവിതയുടെ തന്നെ ഒരു ക്രുവാലിറ്റി കൊളോണിയലിസത്തിനെയും അതുപോലെ തന്നെ അധികാരത്തിനൊക്കെ എതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ടും ഇതിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഒരു പോയമാകുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് വായിച്ചാൽ നമുക്ക് ചിലപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് അത്രയും ഒരു ആഴത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ അതിനൊക്കെ ഇങ്ങനെയും അർത്ഥം ഉണ്ടായിരുന്നു എന്നുള്ളത് പല കവിതകളും നമുക്ക് മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത അർത്ഥങ്ങൾ പോലും ചിലപ്പം ആ ഒരു കവിതയ്ക്ക് ഉണ്ടാവും. ചിലപ്പം ആ ഒരു കവി തന്നെ അങ്ങനത്തെ അർത്ഥങ്ങളൊന്നും ചിലപ്പം വിചാരിച്ചെന്ന് വരില്ല. പക്ഷേ പിന്നീട് ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളും ഇതിനെ വിലയിരുത്തുന്ന ആളുകളും ഇതിന് ഇങ്ങനെയൊക്കെ ഒരു അർത്ഥങ്ങളുണ്ട് എന്നും പറയുന്നതും ആവാം. ഇപ്പം നമ്മൾ ഓരോ കവിതയും പറയുമ്പോൾ അത്രയും അതിൻ്റെ ഡീപ്പായിട്ടുള്ളൊരു മീനിങ് അതിന് നമുക്ക് തരാനുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കവിതയിൽ കടുവയോട് നേരിട്ട് കവി സംസാരിക്കുന്ന രീതിയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അഥവാ ഒരു കാട്ടിലുള്ള ഇരുട്ടിൽ തീ പോലെ ജ്വലിക്കുന്ന ഒരു രൂപമാണ് ആ കടുവക്ക് കവി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കടുവയെ കാണുമ്പോൾ ശരിക്കും കവിക്ക് എന്താണ് പേടി തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ അത്ഭുതങ്ങളും തോന്നുന്നുണ്ട്. അഥവാ ഇത്രയും ഒരു ഭീകരവും ശക്തവുമായിട്ടുള്ള സൃഷ്ടിയെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യമാണ് കവി ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ കടുവയുടെ കണ്ണുകൾ എന്താണ് അഗ്നി ജ്വലിക്കുന്ന പോലെ എന്നാണ് പറയുന്നത്. ഇത് ആ ഒരു കടുവൻ്റെ നാശശക്തി, അതിനെ നശിപ്പിക്കാനുള്ള ശേഷിയെയും അതുപോലെ തന്നെ അതിൻ്റെ ക്രൂരതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈ ആട്ടിൻകുട്ടിയെ സൃഷ്ടിച്ചവൻ തന്നെയാണോ നിന്നെയും സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യം അപ്പോഴും ഇവിടെ പ്രസക്തമാണ്. കാരണം എന്താണ്, ഒരു ഭാഗത്ത് നന്മയും സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് ഭീകരതയും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഈ രണ്ടും സൃഷ്ടിച്ചത് ഒരാൾ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യം ആണ് അവിടെ പറയുന്നത്. അവസാനം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു വിസ്മയവും അതുപോലെ തന്നെ ഭയവും ഒക്കെ ചേർന്നിട്ടുള്ള മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന കഴിവിനും അപ്പുറത്തേക്കുള്ള നമ്മുടെ ദൈവത്തിൻ്റെ ഒരു അസ്തിത്വത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുക. കാരണം എന്താണ്, ദൈവത്തിന് അങ്ങനെയും സൃഷ്ടിക്കാൻ പറ്റും, ഇത്രയും ക്രൂരമായിട്ടും സൃഷ്ടിക്കാൻ പറ്റും. അപ്പം ദൈവത്തിൻ്റെ ഒരു കഴിവിൻ്റെ ആ ഒരു ഇതിനെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കടുവയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തിലുള്ള ഓരോ ഘട്ടങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇതൊരു പ്രതിഷേധമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല പ്രതിഷേധങ്ങളുമായിട്ട് ഇതിന് സാമ്യമുണ്ട് എന്നുള്ള രീതിയിലും ഇതിനൊരു അർത്ഥം വരുന്നുണ്ട്. ഇനി ബ്ലേക്കിൻ്റെ തന്നെ മറ്റൊരു കവിതയായിട്ടുള്ള ചിമ്നി സ്വീപ്പർ എന്ന് പറയുന്ന ഒരു കവിത കൂടെ ഇതിൽ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട്. ഇത് സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലും അതുപോലെ തന്നെ സോങ്സ് ഓഫ് ഇന്നസെൻസിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു നിരപരാധിത്വത്തിൽ നിന്ന് ഒരു അനുഭവത്തിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ പുരോഗതിയാണ് ഈ ഒരു കവിതയിലൂടെ കവി സൂചിപ്പിക്കുന്നത്. അന്നത്തെ ലണ്ടൻ എന്നൊക്കെ പറയുന്നത് ക്രൂരമായിട്ടുള്ള ഒരു സാമൂഹിക അസമത്വം നിലനിരുന്ന ഒരു കാലഘട്ടം. അഥവാ 6 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള കുട്ടികളെ ഈ ചിമ്നി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ആ ഒരു ലണ്ടനിൽ ഉണ്ടായിരുന്നു. അഥവാ ഈ ഒരു ദാരിദ്ര്യം കാരണം എന്താണ്, കുട്ടികളെ ഈ ഒരു ജോലിക്ക് വിടാൻ വേണ്ടിയിട്ട് ഒരു മാസ്റ്റർക്ക് ഈ കുട്ടികളെ വിൽക്കുന്ന ഒരു അവസ്ഥ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മുടെ ബ്ലേക്ക് ഇവിടെ വിമർശിക്കുന്നത്. അഥവാ ഈ ഒരു ചിമ്നി വൃത്തിയാക്കുക എന്ന് പറയുന്നത് അത്രയും അപകടകരമായിട്ടുള്ളൊരു ജോലിയാണ്. ഇത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളൊരു ജോലിയാണ്. കാരണം എന്താണ്, അവിടെ ഉണ്ടാവുക വിഷം നിറഞ്ഞ പുക, അത് ശ്വസിച്ച് അവിടെ വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു കുട്ടികൾക്ക് മാത്രമേ ആ ജോലി കഴിയുമായിരുന്നു. കാരണം അവരെ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ കൊള്ളുകയുള്ളൂ. അപ്പം അത് ഈ ഒരു വിഷപ്പുക ശ്വസിച്ചെന്നാണ് ശ്വാസകോശ രോഗങ്ങൾക്കും അതുപോലെ തന്നെ ക്യാൻസർ, മരണം വരെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ബ്ലേക്ക് ഈ ലണ്ടൻ തെരുവിൽ കാണുന്ന ഈ ഒരു കുട്ടികളുടെ തന്നെ വിപരീത കാഴ്ചപ്പാടുകളാണ് ഈ ഒരു സോങ്സ് ഓഫ് ഇന്നസെൻസിലും അതുപോലെ തന്നെ സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലും കവി അവതരിപ്പിക്കുന്നത്. സോങ്സ് ഓഫ് ഇന്നസെൻസിലുള്ള ഒരു ആദ്യം നമുക്ക് പറയാം. ഇതിൽ ഒരു ചിമ്നി സ്വീപ്പറായിട്ട് വരുന്നത് ഒരു ചെറിയൊരു ബാലൻ തന്നെയാണ്. ആ ഒരു ബാലൻ തന്നെയാണ് ഈ ഒരു കഥ പറയുന്നത്. ടോം എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ കഥ പറയുന്ന രീതിയിലാണ് ആ ഒരു പോയം ഉള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ അമ്മയെ നഷ്ടമായപ്പം അവൻ്റെ അച്ഛന് ഒരു മാസ്റ്റർക്ക് അവനെ വിറ്റു. ഇത് ശരിക്കും ഒരു വേദനാജനകമായിരുന്നെങ്കിലും ഇതിലൂടെ എന്താണ് ആ ഒരു കുട്ടിയുടെ നിരപരാധിത്വം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആത്മവിശ്വാസവും ഈ ഒരു കവിതയിലുടനീളം ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കുട്ടിയുടെ ഒരു ആത്മവിശ്വാസം. അതുപോലെ തന്നെ മാസ്റ്റർ ആ ടോമിൻ്റെ മുടി പൂർണ്ണമായിട്ടും മുറിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവന് കരയുന്നുണ്ട്. ആ ഒരു മുടിയെ കവി പറയുന്നത് ഒരു ആട്ടിൻകുട്ടിയുടെ ചുരുണ്ട മുടി പോലെ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു വേറൊരു സാമ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ലാമ്പിൽ നമുക്ക് ആ ഒരു ആട്ടിൻകുട്ടിയുടെ പ്രതീകം പറഞ്ഞു ആ ഒരു രീതിയിലാണ് ഇവൻ്റെ മുടിയെ ഇവിടെ പ്രതീകമാക്കുന്നത്. കാരണം അത്രയും നിരപരാധിത്വത്തിൽ
അതിനുള്ള ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ അവൻ്റെ മുടിയെ കാണിക്കുന്നത്. അവന് ഇഷ്ടമില്ലാതെ സമ്മതമില്ലാതെയാണല്ലോ അവൻ്റെ മുടി മുറിച്ചത്. അത്രയും ആ ഒരു എന്താ പറയുക, അവരുടെ അവകാശത്തിനെതിരെയുള്ള, അവർക്ക് അവരുടെ മുടി വളർത്താനുള്ള അവകാശം പോലും ഇല്ല, അതിനെതിരെയുള്ള ഒരു വിമർശനമായിട്ട് നമുക്ക് ഇവിടെ കവി പറയുന്നതായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. അങ്ങനെ ആ ഒരു കുട്ടിയെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവനൊരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു ദിവസം രാത്രി ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം പറയുന്നുണ്ട് ഒരു കവിതയിൽ, ആയിരക്കണക്കിനായിട്ടുള്ള ഈ ഒരു ചിമ്നി സ്വീപ്പർ കുട്ടികൾ എന്താണ് ഒരു കറുത്ത ശവപ്പെട്ടിയിൽ അടച്ചു പൂട്ടിയിരിക്കുന്നതായിട്ടാണ് അവന് സ്വപ്നം കാണുന്നത്. ഈ ഒരു ശവപ്പെട്ടികൾ എന്ന് പറഞ്ഞാൽ ഇരുണ്ട ചിമ്നിയുടെ ഒരു പ്രതീകമായിട്ടും ഇതിൽ കാണാൻ പറ്റും. അവിടെയാണ് കുട്ടികൾ ജീവനോടെ തന്നെ മരണത്തിലേക്ക് നയിക്കപ്പെട്ടിരുന്നത്. കാരണം ജീവനുള്ള കുട്ടികൾ എന്താണ് അവിടുത്തെ ആ ജോലി കാരണം പലരും മരണത്തിലേക്ക് വഴിപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ട് ഒരു ദൂതം വരികയാണ്. അങ്ങനെ അവരെല്ലാവരെയും ആ ദൂതൻ വന്ന് മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ സ്വപ്നമാണ്. അങ്ങനെ അവരെ മോചിപ്പിച്ച് അവർ പിന്നീട് എന്താണ് പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങളിലൂടെ അങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്, അവിടെ നദിയിൽ കുളിക്കുന്നുണ്ട്. ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ജീവിതം, നഗരജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രകൃതി ജീവിതത്തിലേക്കുള്ളൊരു മാറ്റം, അതാണ് അവിടെ കവി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പ്രകൃതിയോടുള്ള ഒരു ഇതായിട്ടത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിനോടുള്ളൊരു ഐക്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ദൂതന് അവരോട് പറയുന്നത് എന്താ വെച്ചാൽ, നല്ല കുട്ടിയായിട്ട് ജീവിക്കണം, എന്നാൽ ഞാൻ നിങ്ങളുടെ അച്ഛനായിട്ട് മാറും, ഒരിക്കലും നിങ്ങൾക്കും ഇനി ദുഃഖിക്കേണ്ടി വരില്ല എന്നൊക്കെയുള്ളൊരു വാഗ്ദാനം ഒരു ദൂതന് കുട്ടികളോട് പറയാണ്. ഇത് അവന് ഒരു സ്വപ്നമായിട്ടായിരുന്നു കണ്ടത്. അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് അവന് യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. സ്വപ്നം ഉണർന്നവന് അവനെ വീണ്ടും അവൻ്റെ ഇരുട്ടിലേക്ക് തന്നെ ജോലി ചെയ്യാനായിട്ട് പോവുകയാണ് പറയുന്നത്. അപ്പം ഇത് ഒരു മതവിശ്വാസം നൽകുന്ന ഒരു എന്താ പറയുക, ഒരു കള്ള സ്വാന്തനം അല്ലെങ്കിൽ ഒരു കൃത്രിമമായിട്ടുള്ളൊരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് കവി ഇവിടെ പറയുന്നത്. എന്താണ് ഒരുപാട് വേദനകൾ സഹിക്കുമെന്നാണ്, എനിക്ക് സ്വർഗത്തിൽ എനിക്കത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്താണ് ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വസിപ്പിക്കൽ മാത്രമാണ് കുട്ടികളെ സംബന്ധിച്ച് എന്നുള്ളൊരു ചെറിയൊരു ആശ്വാസം രീതിയിലാണ് അവിടെ പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പം ഇത് ഈ ഒരു മതസംഘടനകൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു വിമർശനമായിട്ടാണ് പറയുന്നത്. അതും കൂടെ മനസ്സിലാക്കി വെക്കാം. ഇതൊരു സാധനമായിട്ടാണ് ഇവിടെ ചിമ്നി സ്വീപ്പറിലുള്ള സോങ്സ് ഓഫ് ഇന്നസെൻസിൽ പറയുന്നതെങ്കിൽ, ചിമ്നി സ്വീപ്പർ തന്നെ സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പം എന്താണ് അത് ശക്തമായിട്ടുള്ള മതസംഘടനകൾക്കെതിരെയുള്ള ഒരു ആഞ്ഞടിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ് ഒരിക്കലും ഈ ഒരു മതസംഘടനകൾ ആ കുട്ടികളുടെ വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് എന്താണ് ഒരു നീതി കൊടുക്കുന്നില്ല, ഒരു സമത്വം അവർക്ക് കൊടുക്കുന്നില്ല, ഒരു നല്ല ജീവിതം അവർക്ക് കൊടുക്കുന്നില്ല. ഇതൊക്കെ എന്താണ് സാധാരണ നോർമൽ ലൈഫിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ മതസംഘടനകൾ പറയുമ്പോഴും അവർക്ക് എന്താണ് കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതമാണ്. അവർക്ക് ശരിക്കും ആ ഒരു പ്രായം എന്നൊക്കെ പറയുന്നത് 6 വയസ്സെന്നൊക്കെ പറയുന്നത് അവർ ജീവിച്ചു തുടങ്ങുന്ന, ശരിക്കും സംസാരിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ മാസ്റ്റർക്ക് വിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അതിനൊക്കെ ശക്തമായിട്ട് വിമർശിക്കുകയാണ് ചെയ്യുന്നത്. സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ അവനറിയാം അവൻ്റെ ചുറ്റുപാട് എന്താണെന്നുള്ളത്, അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവനറിയാം. അവൻ്റെ മതസംഘടനകളെക്കുറിച്ച് അവൻ്റെ ഫാമിലിയെക്കുറിച്ചിട്ടെല്ലാം അവന് ബോധവാനായിട്ടുള്ളൊരു കുട്ടിയാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാ ഒരു വിഷമത്തിന് പിന്നിലുള്ള അതിൻ്റെ അനീതിയെ സംഘടിതമായിട്ടുള്ള മതവ്യവസ്ഥയാണ് ഇവിടെ ബ്ലേക്ക് തുറന്നു കാട്ടുന്നത്. ഇവിടുത്തെ ഈ കുട്ടിക്ക് എന്താണ് അവൻ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെയും അതുപോലെ തന്നെ സാമൂഹികവും മതപരമായിട്ടുള്ള എല്ലാ കാരണങ്ങളെക്കുറിച്ചിട്ടും അവൻ ബോധവാനാണ്. ഇവിടെ കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വെളുത്ത മഞ്ഞിനടിയിലെ ഒരു ചെറിയ കറുത്ത വസ്തു എന്നുള്ള രീതിയിലാണ് കഥ തുടങ്ങുന്നത്. അത് ആ കുട്ടിയുടെ ജീവിതത്തിനെയാണ് ഇവിടെ പറയുന്നത്. മലിനീകരിക്കപ്പെട്ട ജീവിതം, അതുപോലെ തന്നെ ദുരിതം നിറക്കുന്ന ഒരു ജീവിതത്തെയാണ് അതിലൂടെ ബ്ലേക്ക് തുറന്നു കാട്ടുന്നത്. ഈ ഒരു കുട്ടീനെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഒരു കുട്ടി മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുട്ടിയാണ്. അവരെന്താണ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അഥവാ ഇവനെ മറ്റൊരു മാസ്റ്റർക്ക് വിറ്റ് കഴിഞ്ഞിട്ട് അവനെ ഉപേക്ഷിച്ച് അത് ഒഴിവാക്കിയിട്ട് എന്താണ് അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനത്തെ കുട്ടിയെ നരക ജീവിതത്തിന് തുല്യമാക്കി വിട്ടിട്ട് അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മതസംഘടനകൾക്കെതിരെയുള്ള ആഞ്ഞടിക്കുന്ന ഒരു പ്രതിഷേധമായിട്ടാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രയോഗം പറയുന്നുണ്ട്, ക്ലോത്ത്സ് ഓഫ് ഡെത്ത്. എന്താണ് മരണത്തിൻ്റെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അവൻ്റെ തൊഴിൽ, അവനെ മരണത്തിലേക്ക് പോലും നയിക്കുന്ന ഒരു തൊഴിലാണ് അവിടെ പറയുന്നത്. അതിനുള്ളൊരു സൂചനയാണ് അവിടെ കവി പറയുന്നത്. ഈ ഒരു കുടുംബത്തിൻ്റെ തന്നെ സാമ്പത്തിക നിലനിൽപ്പിനായിട്ട് അവനെന്താണ് ഈ ഒരു ജോലി അവനെ അടിച്ചേൽപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് അവരെന്താണ് പ്രാർത്ഥിക്കാനും പോയി. ഇതിനെയാണ് അവിടെ പറയുന്നത്. അവസാനം എന്താണ് ഈ ഒരു കുട്ടിക്ക് മനസ്സിലായി, അവൻ്റെ അവസ്ഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അവനെന്താണ് അവനെ തന്നെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ ഈ മതസംഘടനകളും എന്താണ് അവന് നൽകുന്നത് എന്താണ് എന്നുള്ളത് അവന് പൂർണ്ണമായിട്ട് അവസാനം മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ അവനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇതിനൊക്കെ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അതുപോലെ വേറെ കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഈ ദരിദ്രരുടെ ഒരു കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് അവർ ഈ ഉയർന്ന ആളുകൾ, അതിലുള്ള അപ്പർ ക്ലാസ് എന്താണ് അവരുടെ സ്വന്തം സ്വർഗം പണിയുന്നത് ഈ ഒരു പോവർട്ടി അനുഭവിക്കുന്ന ഈ ഒരു ദരിദ്രരുടെ ദുരന്തത്തിൽ നിന്നാണ് അവർ അത് കെട്ടിപ്പടുക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഒരു കുട്ടികളെ സംരക്ഷിക്കാനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും
കഴിയാത്ത മതസിദ്ധാന്തങ്ങൾ എന്തിനാണ് എന്നാണ് നമ്മുടെ കവി ചോദിക്കുന്നത്. അത് ഒരു ശൂന്യതയും അതുപോലെ തന്നെ ഇത് മുഴുവനായിട്ടും അനീതി നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു എത്തിക്കലി ആയിട്ട് പരാജയപ്പെട്ടതാണ് സംഘടന. കാരണം എന്താണ്, ആ മതസംഘടനകൾ ഒരിക്കലും ഈ കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ എന്താണ്, അത് സഹിച്ചാൽ അത് പിന്നീട് അത് സ്വർഗത്തിലേക്ക് അതൊരു മുതൽക്കൂട്ടാവും എന്നുള്ള രീതിയിൽ സമാധാനിപ്പിക്കുക, ഒരു കള്ള ആശ്വാസം കുട്ടികൾക്ക് നൽകുന്നതിലുപരി അവരൊന്നും തന്നെ ചെയ്യുന്നില്ല. അത് എത്തിക്കലി പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിമർശനമാണ് കവി ഇതിൽ അവസാനം പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾക്ക് എക്സാം ഉണ്ടെന്ന് അറിയാം.